എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ ഒരു യുവതി തൻ്റെ നവമാധ്യമ പേജിലൂടെ പങ്കുവച്ച ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പുതുമയും തോന്നില്ല. എന്നാൽ ആ യുവതി ഇതേത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് കേൾക്കുമ്പോൾ നാം അത്ഭുതപ്പെടും. പറഞ്ഞു വരുന്നത് ദേജാന ബാക്കോ എന്ന യുവതിയെക്കുറിച്ചാണ്. ജന്മന തന്നെ ഫൊക്കോമേലിയ എന്ന അപൂർവ രോഗം ബാധിച്ചതുകൊണ്ട് അവൾക്ക് ഇരു കൈകളും നഷ്ടപ്പെട്ടു. ഇന്ന് ഒരു കുഞ്ഞിൻ്റെ അമ്മയായ ദേജാന ഈ പ്രതിസന്ധികൾക്കിടയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ യുവതിയിൽ നിന്നും നാം ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ ശാരീരികമായ വൈകല്യങ്ങൾ മൂലം നിരവധി പ്രതിസന്ധികൾ ദേജാനയെ അലട്ടിയിരുന്നെങ്കിലും അവൾ അവയെയെല്ലാം വലിയ ഇച്ഛാശക്തിയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മറികടന്നു. ചിത്രകലയിലും സ്പോർട്സിലുമുള്ള ദേജാനയുടെ കഴിവായിരുന്നു അതിനായി അവൾ ഉപയോഗിച്ചത്. പ്രായം മുൻപോട്ട് നീങ്ങിയപ്പോൾ അവളെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു ജീവിത പങ്കാളിയും ദേജാനയെ തേടിയെത്തി. മാർക്ക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. കഴിഞ്ഞ വർഷം അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വന്നു. ദേജാന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവർ അവൾക്ക് ലാറ എന്ന പേര് നൽകി. ഒരു കൈയിൽ മാത്രം അപൂർണമായി വിരലുകൾ മാത്രമുള്ള ഈ യുവതി എങ്ങനെ ഒരു കുഞ്ഞിനെ പരിപാലിക്കും എന്ന ചോദ്യം അവളെ അറിയുന്നവരുടെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ദേജാന തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഇന്നും നൽകിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമായി കാലുകൾ ഉപയോഗിച്ച് ദേജാന വാഹനമോടിക്കുന്ന വീഡിയോകൾ ഉൾപ്പെടെ ആ മറുപടിയിൽ ഉൾപ്പെടുത്താം. ലാറയുടെ ജനനത്തിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവളെ ഒന്ന് കൈകളിൽ എടുക്കാൻ പോലും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതിനുപോലും മറ്റൊരാളുടെ സഹായം എനിക്ക് ആവശ്യമായിരുന്നു, ദേജാന പറഞ്ഞു. മാസങ്ങൾ മുൻപോട്ട് നീങ്ങിയപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുകയായിരുന്നു. ഇന്ന് 1.5 വയസ്സുള്ള ലാറയുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കാൻ ദേജാനയ്ക്ക് സാധിക്കുന്നുണ്ട്. അതും യാതൊരു പരിമിതികളുമില്ലാത്ത ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കുന്നോ അതുപോലെ തന്നെ, ചിലപ്പോഴെല്ലാം അതിലും നന്നായി. സോഷ്യൽ മീഡിയയിൽ സൂപ്പർ മോം എന്നാണ് ആളുകൾ ദേജാനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരമ്മ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ താനും ചെയ്യുന്നുള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല എന്ന മറുപടിയാണ് നൽകുന്നത്. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ദേജാന നന്ദി പറയുന്നത് സർവശക്തനായ ദൈവത്തോടാണ്.